എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വോട്ടർ ഐ ഡി കാർഡിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നതാണ്. പേരിലോ അഡ്രസ്സിലോ ഉണ്ടായിരിക്കുന്ന തെറ്റുകൾ നമുക്ക് ഓൺലൈനായി തന്നെ തിരുത്താവുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൽ കയറി NVSP എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വോട്ടർ ഐ ഡിയുടെ ഒരു വെബ് പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്നും എടുക്കുന്നതാണ്. ഇങ്ങനെ ഓപ്പണായി വരുന്ന പേജിൽ വോട്ടർ പോർട്ടൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിനെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ID ഉള്ളവർക്ക് ID വെച്ച് ഇൻ ചെയ്യാവുന്നതാണ്, ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് Gmail വെച്ചിട്ടും മൊബൈൽ നമ്പർ വെച്ചിട്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് മൊബൈൽ നമ്പറാണ്, അതുകൊണ്ട് ഞാൻ മൊബൈൽ നമ്പർ വെച്ചാണ് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സെൻഡ് OTP എന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളുടെ മൊബൈലിലേക്ക് വന്ന OTP തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരുന്നതാണ്. തുടർന്ന് നമ്മളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ സ്ട്രോങ് ഒരു പാസ്വേഡ് കൊടുത്ത് സെറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്ററോ അക്കങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന കോളത്തിൽ ക്യാപ്ച സം ചെയ്ത് ശേഷം ടിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരു വെൽക്കം നോട്ട് കാണാം. ഇതിൽ വെൽക്കം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് കറക്ഷൻ ഇൻ വോട്ടർ ID എന്ന ഭാഗം കാണാം. നമുക്ക് കറക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പേരും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണുന്നതാണ്. അതിൽ ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകുന്നതാണ്. ഡു യു ആൾറെഡി ഹാവ് എ വോട്ടർ ID നമ്പർ? ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ തിരുത്തുന്നത്, അപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വോട്ടർ ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റാതെ തന്നെ നമ്മൾ വോട്ടർ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ എൻ്റർ ചെയ്ത ശേഷം ഫാച്ച് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വോട്ടർ ID ലിസ്റ്റ് ഡീറ്റെയിൽസിലായിട്ട് ഷോ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ശരിയാണോ ചെക്ക് ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ നമുക്ക് എന്താണോ തിരുത്തേണ്ടത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പേരാണെങ്കിൽ പേരുകൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോട്ടോഗ്രാഫ്, അങ്ങനെ ഏതാണോ നമുക്ക് തിരുത്തേണ്ടത് അത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എൻ്റെ ഫോട്ടോയും അഡ്രസ്സുമാണ് എനിക്ക് കറക്ഷൻ ചെയ്യേണ്ടത്. ആ ഭാഗം ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതൊക്കെയാണോ മാറ്റേണ്ടത് ആ ഭാഗങ്ങളെല്ലാം ടിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത ശേഷം തുടർന്ന് വരുന്ന പേജിൽ നമ്മളുടെ ഹൗസ് നമ്പർ, ഹൗസ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഏരിയ, സ്ട്രീറ്റ്, ലൊക്കാലിറ്റി ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഏരിയ ടൈപ്പ്, അത് സിറ്റിയാണോ വില്ലേജ് ആണോ എന്താ വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് എന്താണോ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. റേഷൻ കാർഡ്, അങ്ങനെ വോട്ടർ ID, അങ്ങനെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. പാൻ കാർഡ്, ആധാർ കാർഡ് ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്ത ശേഷം അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജനറൽ ഡിക്ലറേഷൻ എന്ന ഭാഗത്ത് ആപ്ലിക്കൻറ്റിൻ്റെ പേര്, പ്ലേസ് എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ഫോം ഷോ ചെയ്ത് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. എല്ലാം ഓക്കെ എന്ന് നോക്കിയ ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി ഇരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഷോ ചെയ്തതായി കാണാം. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക, എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഫ്യൂച്ചർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് ഈ ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമായി വരും. അപ്പോൾ ഈ നമ്പർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ നമ്പർ എഴുതിയ ശേഷം ഹോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മുകളിൽ നമുക്ക് ട്രാക്ക് സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ആപ്ലിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ മുമ്പ് കാണിച്ച പേജിലുള്ള ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ട്രാക്ക് യുവർ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ